ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസൂത്രിത ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സ്വർഗീയ വിശാൽ വധക്കേസിൽ വിധി ഈ മാസം 30-ന്. കേസിലെ 19 പ്രതികളുടെ വിചാരണ പൂർത്തിയായപ്പോൾ CPM കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനകൾ കൂറുമാറിയതാണ് കേസിലെ പ്രധാന തിരിച്ചടി. എന്നാൽ തെളിവുകൾ ബോധ്യപ്പെടുത്തി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭ്യമാക്കാനാകുമെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലിന്റെ പ്രതീക്ഷ. പ്രതാപ് ജി പടിക്കലിനൊപ്പം ആലപ്പുഴ റിപ്പോർട്ടർ സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2012 ജൂലൈ 16-ന് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുന്നിൽ മതവർഗീയ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിശാലിൻ്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിചാരണ പൂർത്തിയായി ഈ 30-ന് വിധി പറയുകയാണ്. 13 വർഷത്തിനിപ്പുറം എത്രത്തോളം ഭീകരമായ ഈ ഒരു കൊലപാതകത്തിന് എത്ര കണ്ട് ഉള്ള ഒരു ശിക്ഷയാണ് നൽകുന്നത്, ഏത് രീതിയിലാണ് അതിൽ പ്രതീക്ഷ എന്നതടക്കമുള്ള കാര്യം ഈ കേസിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ പ്രതാപ് ജി പടിക്കലിനോട് ചോദിക്കാം. ഇപ്പോൾ 13 വർഷത്തിനിപ്പുറം ഈ കേസിൻ്റെ വിധി പറയുകയാണ്. എന്താണ് കേസിലെ ഒരു പ്രതീക്ഷ? എത്രത്തോളം ഇത്തരം കേസ് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമല്ല എന്തായാലും? ഈ കേസിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കേരളത്തിൽ നടത്തിയ ആദ്യ കൊലപാതകങ്ങളിൽ ഒന്നാണ് വിശാൽ കൊലപാതകം. ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളുമായി നടന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വിശാലും കൂട്ടുകാരും എതിർത്തു എന്നുള്ള വിരോധത്തിലാണ് 3 ജില്ലകളിൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽപ്പെട്ടവരായ പ്രതികൾ ഒത്തുചേർന്ന് മുൻകൂട്ടി ആലോചിച്ച് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ അന്ന് നവാഗതർക്ക് സ്വാഗതം ചെയ്യുന്ന ദിവസം വിശാലിനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ എത്തി വിശാലിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും അതോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ കൊല ചെയ്യുക എന്നുള്ള അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ആക്രമിച്ച് വളരെയേറെ ഗുരുതരമായ പരിക്കുകൾ അവരെ ഏൽപ്പിക്കുകയും അവരെ അത് തടയാനെത്തിയ മറ്റ് 7 പേരെ സാധാരണ തരത്തിൽ അതിന് തടയാനെത്തിയവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത വളരെ ദുഃഖകരമായൊരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിനകത്ത് 2 ഏജൻസികൾ, ലോക്കൽ പോലീസും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നീണ്ടുപോയതുകൊണ്ട് തന്നെ കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ താമസമുണ്ടായി. അതിനുശേഷം കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്നതിനകത്തും ഒരു കാലതാമസം ഉണ്ടാവുകയുണ്ടായി. എങ്കിലും കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. പിന്നീട് കൊറോണ ഉണ്ടായ സമയത്ത് അല്പം താമസം ആ കാരണത്താലും ഉണ്ടായി. എങ്കിലും ഇപ്പോൾ കേസിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും 55 സാക്ഷികളെ വിസ്തരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസിൻ്റെ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി 19 പ്രതികളാണ് കേസിലെ ഇപ്പോൾ വിചാരണ നേരിടുന്നത്. അതിൽ ഒരു പ്രതി, ആകെ 20 പ്രതികളാണ് ചാർജ് ഷീറ്റുള്ളതെങ്കിലും ഒരു പ്രതി സംഭവ കാലഘട്ടത്തിൽ ജുവനൈലായതുകൊണ്ട്, പ്രായപൂർത്തിയാക്കാത്ത ആളായതുകൊണ്ട് അയാൾക്കെതിരായിട്ടുള്ള വിചാരണ നടപടികൾ ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 19 പ്രതികളാണ് കോടതിയിൽ ഇപ്പോൾ ഈ വിചാരണ നേരിടുന്നത്. സ്വാഭാവികമായും കേസിലെ എല്ലാ പ്രതികളെയും, കേസിന് കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും സാക്ഷികൾ കൃത്യമായ രീതിയിൽ തിരിച്ചറിയുകയും അവർ കണ്ട സംഭവങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കോടതിയിൽ മൊഴി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് 100% ഈ കേസിൽ വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിൽ DYFI, SFI പ്രവർത്തകരടക്കം സാക്ഷികൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത്തരം ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മൊഴി മാറ്റുന്ന സാഹചര്യം മറ്റോ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഈ കേസിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ, അതായത് ABVP പ്രവർത്തകനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം എങ്കിലും ചില വിദ്യാർത്ഥി സംഘടനകൾ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ SFI, KSU എന്നീ വിദ്യാർത്ഥി സംഘടനകളിലെ സാക്ഷികൾ കേസിൽ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് അവർ മുൻപ് പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്നും വ്യതിചലിച്ച് മൊഴി കൊടുക്കുകയും തുടർന്ന് പ്രോസിക്യൂഷൻ അവരെ കൂറുമാറിയതായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചില സാക്ഷികളുടെ ഭാഗത്തുനിന്നും അപ്രകാരമുള്ളൊരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. അങ്ങനത്തെ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കേസിൽ പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ പൂർത്തീകരിക്കാൻ മറ്റ് സാക്ഷികളുടെ മൊഴികൾ സഹായമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ എന്ത് ശിക്ഷയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? എത്രത്തോളം അതിനെ ഒരു വളരെ ക്രൂരമായ ഒരു കൊലപാതകമായി തന്നെ ഇതിനെ അപൂർവമായി കാണേണ്ടതുണ്ടോ? കേസ് കൊലപാതകങ്ങളെല്ലാം തന്നെ ക്രൂരമാണ്. ഇവിടെ പ്രോസിക്യൂഷന് പ്രതീക്ഷിക്കുന്നത് പ്രതികൾക്കെതിരായി 302 IPC വകുപ്പ് തന്നെ കണ്ടെത്തുമെന്നും അതുകൊണ്ട് തന്നെ ആ വകുപ്പ് പ്രകാരം നിയമത്തിൽ അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷകൾ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. ഇതുതന്നെയായാലും ഈ ക്രൂരമായ കൊലപാതകം അത് 13 വർഷത്തിനിപ്പുറം വിധി പറയുമ്പോൾ അത് പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കും. ഇപ്പോൾ ഇവിടെ 19 പ്രതികളാണ് വിചാരണ പൂർത്തിയായി വിധി കേൾക്കാനായി എത്തുന്നത്. അതിന് പുറമെ ഒരു പ്രായപൂർത്തിയാവാതിരുന്ന പ്രതിയുടേത് പ്രത്യേകം ജുവനൈൽ കോടതിയുമാണ് അതിൻ്റെ പരിഗണിക്കുന്നത്. ഈ 19 പേർക്കും പരമാവധി ശിക്ഷ ലഭിക്കും എന്നത് തന്നെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ പ്രതാപ് ജി പടിക്കൽ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്.